സാർ, ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് റൗണ്ടപ്പിനെ കുറിച്ച് എന്താണ്? നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിങ്സ് 2026 എന്നും പറഞ്ഞുകൊണ്ട് ഹൈദരാബാദിൽ നടക്കുന്ന ഡിഫൻസ് എക്സ്പോ നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ HALന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററിൽ ഒന്നാണ് ധ്രുവ് NG ക്ലാസ് ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ. ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1800 കോടി രൂപയുടെ ഒരു ഓർഡർ ഈ ഹെലികോപ്റ്ററുകൾ ഡിഫൻസിൻ്റെ ആവശ്യത്തിനും സിവിലിയൻ ആവശ്യത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്ററാണ് ധ്രുവ്. അപ്പോൾ അതിൽ 10 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണ് ഈ പവൻ ഹൻസ് എന്ന് പറയുന്ന ഒരു ഏവിയേഷൻ കമ്പനിയാണ്. അവർ ഈ കോൺട്രാക്ട് ബേസിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡെസ്റ്റിനേഷൻസിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഹെലികോപ്റ്റർ സർവീസുകൾ നടത്തുന്നുണ്ട്. പവൻ ഹൻസ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം തന്നെയാണ്. അവരുടെ ഒരു ഓർഡർ HALന് കിട്ടിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ HALന്റെ കപ്പാസിറ്റി, HALന്റെ ഓർഡർ ബുക്ക് ഫുള്ളാണ്. പല പല സാധനങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഇന്നലെ SJ സൂപ്പർജെറ്റ് 100 സൂപ്പർജെറ്റിൻ്റെ 100 SJ100ൻ്റെ ഇതിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കരാറായി. പിന്നെ അങ്ങനെ HALന് ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഓർഡർ ബുക്കുകളിലുള്ള ഓർഡറുകളെല്ലാം സമയാസമയം അവർക്ക് കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ വലിയ ഒരു അപകടകരമായ ഒരു സ്ഥിതി. മറ്റ് മേഖലകളിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ സ്ഥാപനം കൊണ്ട് മത്സരിക്കാൻ, അവ നടപ്പിലാക്കാനും അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാനും. കാര്യം ഈ ഡിഫൻസിൻ്റെയും വിമാനങ്ങളുടെയൊക്കെ റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ ടൈം ബേസ്ഡാണ്. ആ ഷെഡ്യൂളിനകത്ത് തന്നെ അവർ കൊടുത്തു തീർക്കണം. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ചീഫ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു HALന് കൊടുക്കുന്ന ഒരു ഓർഡറും സമയത്തിന് കിട്ടുന്നില്ല. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പല തവണ നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് പല പ്രാവശ്യവും ഇതിനെ പല കമ്പനികളാക്കി വിഭജിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ കമ്പനികൾക്ക് പ്രശ്നം ഒന്നുകിൽ ടെക്നിക്കൽ മാൻ പവർ കുറവായിരിക്കും, അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഓർഡേഴ്സ് കുറവായിരിക്കും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഇവിടെ അവർക്ക് മൂന്നുമില്ല. കാര്യം ടെക്നിക്കലി ഇന്ത്യ ലോകത്ത് 4ാമത്തെ 5ാമത്തെ രാജ്യമാണ് ഏവിയേഷൻ ടെക്നോളജിയിൽ. ഓർഡർ ബുക്കുകൾക്കാണെങ്കിൽ യാതൊരു പഞ്ഞവുമില്ല. പിന്നെ ആവശ്യത്തിന് ധനലഭ്യതയാണെങ്കിൽ ഇഷ്ടം പോലെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പൈസ HALന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതെല്ലാം കൃത്യമായിട്ട് ഉപയോഗിച്ച് സമയത്തിന് കൃത്യമായിട്ട് ഓർഡറുകൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് HALനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയുമെന്നും ഗവൺമെൻറ് ഇതിനെ പല ഉപകമ്പനികളായിട്ട് ഡിവൈഡ് ചെയ്ത്, ഇപ്പോൾ ഈയിടയ്ക്ക് തന്നെ ഓർഡിനൻസിൻ്റെ 6 കമ്പനികളോ 7 കമ്പനികളോ ചേർത്ത് പ്രത്യേകമാക്കിയിട്ട് ഓരോന്നിനെയും സെപ്പറേറ്റ് കമ്പനികളാക്കി, ഓരോരോ ഫാക്ടറികൾ പ്രത്യേകിച്ച് കമ്പനികളാക്കി ഓർഡിനൻസ് മിനിസ്റ്ററുടെ കീഴിൽ നിന്നും മാറ്റിയിട്ട് അതേപോലെ ഈ HALനെ ഹെലികോപ്റ്റർ സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ടും, ഫൈറ്ററിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ടും, പാസഞ്ചർ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു സെക്ഷനായിട്ടും, മറ്റ് അമ്യൂണേഷൻസ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട് വേറൊരു സെക്ഷനായിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. HALനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദുരിതകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്, അടുത്ത ഓർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് HAL തന്നെ നമ്മൾ SJ സൂപ്പർ ജെറ്റ് സുഖോയുടെ വിമാനങ്ങൾ ആൾറെഡി നമ്മൾ സുഖോയുടെ ഫൈറ്റർ വിമാനങ്ങൾ സുഖോയ് Su-30 Mk1 നമ്മൾ ആൾറെഡി ഉണ്ടാക്കുന്നുണ്ട് ലൈസൻസ് ആയിട്ട്. അതിൻ്റെ ആദ്യത്തെ വർഷം നമ്മൾ നവീകരിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഒരുപാട് പൈസയും ആളുടെ മാൻ പവറും ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു പ്രത്യേക ശ്രദ്ധ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ HALന് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് ഷെഡ്യൂളിനകത്ത് പോകുന്നില്ല. മാത്രമല്ല, അവിടെ ഇപ്പോൾ ഒരു തള്ളിക്കയറ്റം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രൈവറ്റ് മേഖലാ കമ്പനികളും എയർ സ്പേസിലോട്ടും വെപ്പണിലോട്ടും ഒക്കെ ഡിഫൻസിലോട്ടും ഏവിയോണിക്സിലോട്ടും ഒക്കെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ടാറ്റ ആയാലും ശരി, അദാനി ആയാലും ശരി, റിലയൻസ് ആയാലും ശരി, ഗോദ്രേജ് ആയാലും ശരി, അങ്ങനെ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനികളെല്ലാം
മഹീന്ദ്രയ്ക്കുണ്ട്. ഇപ്പം മിക്കവാറും എല്ലാ കമ്പനികളും ഡിഫൻസ് സെക്ടറിലൂടെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് HALന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സബ് കോൺട്രാക്റ്റുകൾ ഈ കമ്പനികൾക്ക് കൊടുക്കുകയും ക്വാളിറ്റി നിലവാരം മനസ്സിലാക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു റോളാണ് ഇപ്പോൾ കൂടുതലും HALന് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്നത് മിക്ക വലിയ കമ്പനികളിലേക്ക് ഫസ്റ്റ് ലൈൻ അസംബ്ലി, ഫൈനൽ ലൈൻ അസംബ്ലി ലൈൻസ് നമ്മൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് HALന്റെ ഓർഡറുകൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കൂടെ നമ്മളിവിടെ കാണും. HALന് ഈ കാര്യത്തിലുള്ള മോണോപ്പൊളി നഷ്ടപ്പെടുന്നു. മാത്രമല്ല പ്രൈവറ്റ് മേഖല ശക്തിപ്പെട്ടു വരുന്നുണ്ട്. മാത്രമല്ല ശക്തിപ്പെടുക മാത്രമല്ല HALന്റെ ഓർഡറുകളായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഈ വിങ്സ് 2026 ഒരു വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു എക്സ്പോ ആണ്. ഇന്ത്യയുടെ എയർ പവർ എന്താണെന്ന് എല്ലാവർക്കും കാണിക്കാൻ സാധിച്ചു. നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് കാണിക്കാൻ സാധിച്ചു. ധാരാളം ഓർഡറുകൾ ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു. പക്ഷേ നമ്മളെ ഇനിയും ഒരുപാട് നമ്മുടെ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നതാണ് ഈ വിങ്സ് 2026 എന്ന് പറയുന്ന എക്സ്പോ. നന്ദി, നമസ്കാരം.